Good morning, students. Today we will be dealing with the second module of electrical technology. First topic, Ohm's law. Ohm's law എന്ന് പറഞ്ഞാൽ the current flowing through a conductor is directly proportional to the voltage applied across it. അതാണ് Ohm's law. അതായത് നമ്മളടുത്ത് ഒരു കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടറിന്റെ ഉള്ളിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ, കറണ്ട് ഫ്ലോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ആ കണ്ടക്ടറിന്റെ അക്രോസ് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല, ആ വോൾട്ടേജിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ഓംസ് ലോ പറയുന്നത്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആൻഡ് അതർ ഫിസിക്കൽ കണ്ടീഷൻസ് റിമൈനിങ് അൺചേഞ്ച്ഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കറണ്ട് വോൾട്ടേജിന് പ്രപ്പോർഷണൽ ആയിരിക്കും, ടെമ്പറേച്ചർ മറ്റ് സംഭവങ്ങൾ കണ്ടീഷൻസ് ഒന്നും മാറിയിട്ടില്ലെങ്കിൽ. ഇപ്പൊ ടെമ്പറേച്ചർ ഫോർ എക്സാമ്പിൾ നമ്മൾ മാറ്റിയെന്ന് വിചാരിക്കാം, അല്ലെ ടെമ്പറേച്ചറിൽ ഒരു ചേഞ്ച് ഉണ്ടായി എന്ന് വിചാരിക്കാം. ആ സമയത്ത് കറണ്ട് വോൾട്ടേജ് പ്രപ്പോർഷൻ ആയിരിക്കണം എന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല, ആവാതിരിക്കാം. സോ അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം, ടെമ്പറേച്ചർ അതേപോലെ ഫിസിക്കൽ കണ്ടീഷൻസ് റിമെയിൻ അൺചേഞ്ച്ഡ്. ഓക്കെ, സോ ഫിസിക്കൽ കണ്ടീഷൻസ് അൺചേഞ്ച് ആയി നിൽക്കുകയും ടെമ്പറേച്ചർ ചേഞ്ച് ആവാതെ നിൽക്കുകയും ചെയ്യുമ്പോൾ ഒരു കണ്ടക്ടറിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് will be proportional to the voltage applied across it. Okay, അതാണ് ഓംസ് ലോ പറയുന്നത്. അപ്പോൾ V directly proportional to I, അല്ലെങ്കിൽ നമുക്ക് പറയാം V by I എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണെന്ന്, അതായത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറന്റ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് ആണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ R വെച്ചിട്ട് നമ്മൾ അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്, ആ കോൺസ്റ്റന്റ് ആണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. സോ അതിനാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, വാല്യൂ ഓഫ്, അതായത് എത്രത്തോളം ഒപ്പോസിഷൻ ഒരു കണ്ടക്ടർ അതിൻ്റെ ഉള്ളിലൂടെ പോകുന്ന കറന്റിന് ഓഫർ ചെയ്യുന്നുണ്ടോ, ഓക്കെ, അതിന്റെ ആ ഇന്റൻസിറ്റിയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഒപ്പോസിഷൻ ഓഫർഡ് ബൈ കണ്ടക്ടർ എഗെയിൻസ്റ്റ് ദ ഫ്ലോ ഓഫ് കറന്റ് ത്രൂ ഇറ്റ്. അതിൻ്റെ ഉള്ളിലൂടെ കറന്റ് ഫ്ലോ നടക്കുന്നുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആ കണ്ടക്ടർ കൊടുക്കുന്ന ഒപ്പോസിഷൻ, കറന്റ് ഫ്ലോന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒപ്പോസിഷനാണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബേസിക്കലി ഈ നമ്മൾ പറയില്ല V by I equal to R എന്നെല്ലാം പറഞ്ഞിട്ട്, ഇതെല്ലാം ബേസിക്കലി ഒരു കണ്ടക്ടറിനാണ് മെയിൻ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, കണ്ടക്ടറിന്റെ കേസിലാണ് പറയുന്നത്. ഇപ്പോൾ ഒരു നോൺ മെറ്റാലിക് അല്ലെങ്കിൽ ഒരു സെമി കണ്ടക്ടർ ടൈപ്പ് മെറ്റീരിയലിന് ഇത് വാലിഡ് ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഓക്കെ, ഒരു കണ്ടക്ടറിന് ഇത് വാലിഡ് ആണ്. ഓക്കെ, സോ ഈ റെസിസ്റ്റർ അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഓംസ് ലോ പറയുന്നത്. ഇപ്പം റെസിസ്റ്റൻസ് ഇൻ സീരീസിൽ ഒരു റെസിസ്റ്റർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, പാരലൽ ഒരു റെസിസ്റ്റർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ സർക്യൂട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ R1 എന്ന് പറയുന്ന റെസിസ്റ്ററും R2 എന്ന് പറയുന്ന റെസിസ്റ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ R1 എന്ന് പറയുന്ന റെസിസ്റ്ററിന്റെ എൻഡാണ് R2 എന്ന് പറയുന്ന റെസിസ്റ്ററിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് പറയാം R1 എന്ന് പറഞ്ഞ റെസിസ്റ്ററും R2 എന്ന് പറഞ്ഞ റെസിസ്റ്ററും സീരീസ് ആയിട്ട് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ആ വോൾട്ടേജ് സോഴ്സിനോട് R1 R2 സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് സോഴ്സ് കാരണത്താൽ ഉണ്ടാവുന്ന കറണ്ട് I1, എന്താണോ കറണ്ട് ഉണ്ടാവുന്നത് ആ കറണ്ട് ഇനിയായിരിക്കും R1-ലൂടെയും ഫ്ലോ ചെയ്യുന്നത്, അതേപോലെ R2-ലൂടെയും ഫ്ലോ ചെയ്യുന്ന സെയിം കറണ്ട് ആയിരിക്കും. സോ സീരീസ് ആയിട്ട് രണ്ട് റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ കറന്റ് ഫ്ലോ വിൽ ബി സെയിം ഫോർ ബോത്ത്. രണ്ട് റെസിസ്റ്ററിന്റെ കേസിലും കറണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, പക്ഷെ വോൾട്ടേജ് ഡിഫറെന്റ് ആവാം. കാരണം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്, വോൾട്ടേജ് V = I × R, അല്ലെങ്കിൽ നമ്മൾ ഓംസ് ലോ നമുക്ക് പറയാം V by I = R അല്ലേ, അപ്പൊ V = I × R എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ റെസിസ്റ്റന്റ് അക്രോസിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിലൂടെ പോകുന്ന കറന്റ് ഇൻറ്റു ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ, അതായിരിക്കും വോൾട്ടേജ്. അതേപോലെ ഈ റെസിസ്റ്റന്റ് അക്രോസിലെ വോൾട്ടേജ് എന്തായിരിക്കും, ഇതിലൂടെ പോകുന്ന കറന്റിന്റെ വാല്യൂ ഇൻറ്റു റെസിസ്റ്റൻസിന്റെ വാല്യൂ. അപ്പൊ R1 R2 ഡിഫറെന്റ് ആയിരിക്കാം, റെസിസ്റ്റൻസിന്റെ വാല്യൂ ഡിഫറെന്റ് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിരിക്കില്ലേ, കാരണം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V × I × R ആണ്, V = I × R. അപ്പൊ രണ്ടിടത്തിലൂടെ പോകുന്ന കറണ്ട് സെയിം ആണെങ്കിലും ഇതിന്റെ അക്രോസിലെ വോൾട്ടേജ്, ഇതിന്റെ അക്രോസിലെ വോൾട്ടേജും ഇതിന്റെ അക്രോസിലെ വോൾട്ടേജും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, R1 R2 R3 മൂന്ന് റെസിസ്റ്റർ ഉണ്ടെങ്കിൽ മൂന്ന് റെസിസ്റ്ററിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ട് സെയിം ആയിരിക്കും. ഓക്കെ, പക്ഷെ R1 അക്രോസിലെ വോൾട്ടേജും R2 അക്രോസിലെ വോൾട്ടേജും R3 അക്രോസിലെ വോൾട്ടേജ് എല്ലാം തന്നെ ഡിഫറെന്റ് ആയിരിക്കും. സോ സീരീസ് കണക്ഷൻ ആണെങ്കിൽ കറന്റ് വിൽ ബി ദ സെയിം ബട്ട് വോൾട്ടേജ് മേ വേരി. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് കറന്റ് എന്ന് പറയുന്നത്
ഐ സീരീസ്, ഇപ്പൊ ഈ കറണ്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ടാക്കുന്ന കറണ്ട് പേര് ഐ സീരീസ് എന്നാണെങ്കിൽ ഐ സീരീസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ട് I1 ഈക്വലായിരിക്കും, ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ട് I2 ഈക്വലായിരിക്കും, ഇതിലൂടെ പോകുന്ന കറണ്ട് I3 ഈക്വലായിരിക്കും. ഇൻ ഷോർട്ട് ഇത് ഈ സർക്യൂട്ടിൽ ഈ ലൂപ്പിലൂടെ പോകുന്ന കറണ്ട് എല്ലാം തന്നെ സെയിം ആയിരിക്കും. പക്ഷെ ടോട്ടൽ വോൾട്ടേജ് അതേപോലെ തന്നെ എന്താ പറയാ, ഈ ടെർമിനൽ വോൾട്ടേജ് അല്ലെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് പ്ലസ് ഈ വോൾട്ടേജ് പ്ലസ് ഈ വോൾട്ടേജ് ആയിരിക്കും ഈ ടോട്ടൽ വോൾട്ടേജ്. അതുകൊണ്ട് അവിടെ ഇരിക്കുന്നത് Vin ഈക്വൽ ടു V1 ഇതിന്റെ അക്രോസിലെ വോൾട്ടേജ് പ്ലസ് V2 ഇതിന്റെ അക്രോസിലെ വോൾട്ടേജ് പ്ലസ് V3 ഇതിന്റെ അക്രോസിലെ വോൾട്ടേജ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ഈക്വലന്റ് റെസിസ്റ്റൻസ്, അതായത് 3 റെസിസ്റ്ററിന്റെ പകരം നമുക്ക് ഒരു സിംഗിൾ റെസിസ്റ്റർ കണക്ട് ചെയ്യണമെന്ന് വിചാരിച്ചോ. ഈ മൂന്നെണ്ണത്തിന്റെ സെയിം എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിംഗിൾ റെസിസ്റ്റർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, സിംഗിൾ റെസിസ്റ്റർ കണക്ട് ചെയ്യണമെങ്കിൽ R1 ന്റെ വാല്യൂ, R2 ന്റെ വാല്യൂ, R3 ന്റെ വാല്യൂ മൂന്നെണ്ണം കൂടി ആഡ് ചെയ്ത് വെക്കുക. അത് എത്ര, ഇപ്പൊ സപ്പോസ് ഇത് 1 ohm, ഇത് 2 ohm, ഇത് 3 ohm ആണെങ്കിൽ 1 + 2 + 3, അതായത് 6 ohm റെസിസ്റ്റർ ആയിരിക്കണം ഈ മൂന്നെണ്ണത്തിന് പകരം നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സീരീസ് കണക്ഷൻ ആണെങ്കിൽ 3 റെസിസ്റ്ററിന്റെ വാല്യൂനെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ഇക്വലന്റ് റെസിസ്റ്റർ. ഇനി പാരലൽ കണക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും, R1 എന്ന് പറഞ്ഞ റെസിസ്റ്റർ, R2 എന്ന് പറഞ്ഞ റെസിസ്റ്റർ, R3 എന്ന് പറഞ്ഞ റെസിസ്റ്റർ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. അതായത് ഇതിന്റെ ഈ എൻഡ്, ഇപ്പൊ R1 R2 കേസ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഈ എൻഡ് ഇതിന്റെ ഈ എൻഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, ഇതിന്റെ ഈ എൻഡ് ഇതിന്റെ ഈ എൻഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതായത് റെസിസ്റ്ററിന്റെ രണ്ട് എൻഡ്സും മറ്റൊരു റെസിസ്റ്ററിന്റെ രണ്ട് എൻഡുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ they are connected parallel. അതേപോലെ ഇത് ഈ 3 റെസിസ്റ്ററിന്റെ സ്റ്റാർട്ടിങ്, ഈ സൈഡിലെ സ്റ്റാർട്ടിങ് എൻഡ്സ് 3 എണ്ണവും കണക്റ്റഡ് ആണ്, ഈ സൈഡിലെ 3 എൻഡും കണക്റ്റഡ് ആണ്. വോൾട്ടേജ് സോഴ്സിനോട് അവർ അങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. സോ ദേ ആർ കണക്റ്റഡ് പാരലൽ. അങ്ങനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാം എന്താണോ അപ്ലൈഡ് വോൾട്ടേജ് അതിനായിരിക്കും R1 ന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ്, അതിനായിരിക്കും R2 ന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ്, അതിനായിരിക്കും R3 ന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ്. അതായത് Vin equal to V1 equal to V2 equal to V3 ആയിരിക്കും. അത് അവിടെ എഴുതിയിരിക്കുന്നത് Vin equal to V1 equal to V2 equal to V3. അതായത് R1 റെസിസ്റ്ററിന്റെ അക്രോസിലെ വോൾട്ടേജും R2 റെസിസ്റ്ററിന്റെ അക്രോസിലെ വോൾട്ടേജും R3 റെസിസ്റ്ററിന്റെ അക്രോസിലെ വോൾട്ടേജും ഈ അപ്ലൈഡ് വോൾട്ടേജ് Vin തന്നെയായിരിക്കും. പക്ഷെ കറണ്ട് അങ്ങനെയല്ല. ഈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഇതിൽ കൂടെ എന്താണ് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യും, ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യും, ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇതിപ്പോ 6 ആംപിയർ കറണ്ട് ആണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ 1 ആംപിയർ ഇങ്ങോട്ട് പോകും, ചിലപ്പോൾ 2 ആംപിയർ ഇങ്ങോട്ട് പോകും, ചിലപ്പോൾ 3 ആംപിയർ ഇങ്ങോട്ട് പോകും. അത് എത്രയാ പോകുന്നത് അത് ഈ റെസിസ്റ്ററിന്റെ വാല്യൂ അനുസരിച്ചാണ് പോവാം. സോ കറണ്ട് I എന്ന് പറയുന്നത് എന്താ, I1 + I2 + I3 ആയിരിക്കും. ഇനി ഇവിടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1/R equivalent equal to ഈ റെസിസ്റ്ററിന്റെ റെസിപ്രോക്കൽ പ്ലസ് ഈ റെസിസ്റ്ററിന്റെ റെസിപ്രോക്കൽ പ്ലസ് ഈ റെസിസ്റ്ററിന്റെ റെസിപ്രോക്കൽ. ഓക്കെ, അപ്പൊ R equivalent എന്ന് പറഞ്ഞാൽ എന്താ, ഈ മൂന്നെണ്ണത്തിന്റെ റെസിപ്രോക്കൽ ആഡ് ചെയ്തിട്ട് അതിന്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ R equivalent കിട്ടൂ. കാരണം ഇത് 1/R equivalent ആണ്. സോ അതാണ് പാരലൽ ആയിട്ട് റെസിസ്റ്ററിനെ കണക്ട് ചെയ്തതിന്, സീരീസ് റെസിസ്റ്ററിനെ കണക്ട് ചെയ്ത സംഭവം. ഇവിടെ ഒരു കോമ്പണന്റ് ഇപ്പൊ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ സർക്യൂട്ട് ഇനാക്റ്റീവ് ആയി മാറും. സപ്പോസ് ഈ റെസിസ്റ്റർ അടിച്ചു പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഡാമേജ് ആയി വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ നടക്കില്ല, കാരണം ഇത് ഓപ്പൺ സർക്യൂട്ടർ പോലെ ആയിരിക്കും. സോ പ്രോബ്ലം. പക്ഷെ അതേ സ്ഥാനത്ത് ഇവിടെ അങ്ങനെയല്ല. ഇപ്പൊ ഈ റെസിസ്റ്റർ ചീത്തയായി പോയെന്ന് വിചാരിക്കാം, എന്നാലും കറണ്ടിന് ഈ റെസിസ്റ്ററിലൂടെയും ഇതിലൂടെ പോവാം. സോ സർക്യൂട്ട് സ്റ്റിൽ വർക്കിംഗ് ആയിരിക്കും, ഫംഗ്ഷൻ ആയെന്ന് വരാം. ഓക്കെ, ഇപ്പൊ സീരീസ് കണക്ഷൻ നമ്മൾ പറഞ്ഞാൽ എൻഡ് ഓൺ എൻഡ് മാനറിൽ കണക്ട് ചെയ്യും. കറണ്ട് എല്ലാ റെസിസ്റ്ററിലൂടെ പോകുന്ന സെയിം ആയിരിക്കും. വോൾട്ടേജ് ഓരോ റെസിസ്റ്ററിന്റെ അക്രോസിലും ഡിഫറെന്റ് ആയിരിക്കും. ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓരോ റെസിസ്റ്ററിന്റെ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കാം. സം ഓഫ് ഇൻഡിവിജ്വൽ വോൾട്ടേജ് എന്ന് പറയുന്ന അപ്ലൈഡ് വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് ഇത് പ്ലസ് ഇതായിരിക്കും. ഓക്കെ, അതേപോലെ പാരലൽ കണക്ഷൻ നമ്മൾ എന്താ പഠിച്ചത്, ഈച്ച് റെസിസ്റ്റർ വോൾട്ടേജ് സോഴ്സിന്റെ അക്രോസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തായിരിക്കും. വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് വോൾട്ടേജിന്റെ ആയിരിക്കും. കറണ്ട് ഫ്ലോയിങ് ത്രൂ ഈച്ച് റെസിസ്റ്റർ എന്ന് പറയുന്നത് അത് വേറെ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂവിന് മുകളിൽ, അതായത് ഇവിടുന്ന് വരുന്ന കറണ്ട് ആയിരിക്കും ഇങ്ങോട്ടും 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 ഡിവൈഡ് ചെയ്യുന്നത്. അത് എത്രയാണ് ഡിവൈഡ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് പോകുന്നത് അത് ഇതിന്റെ വാല്യൂവിന്റെ മുകളിൽ ഡിപെൻഡ് ചെയ്യും. ഓക്കെ, പിന്നെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് സം ഓഫ് റെസിപ്രോക്കൽ ഓഫ് ഈച്ച് റെസിസ്റ്റർ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇൻവേഴ്സ് ഓഫ് സം ഓഫ് റെസിപ്രോക്കൽ ഓഫ് ഈച്ച് റെസിസ്റ്റർ. ഇത് റെസിപ്രോക്കൽ, ഇത് റെസിപ്രോക്കൽ, ഇത് റെസിപ്രോക്കൽ, അതിന്റെ സമ്മ് അതിന്റെ ഇൻവേഴ്സ് എടുക്കണം. കാരണം ഇത് 1/R equivalent. R equivalent കിട്ടണമെങ്കിൽ ഈ മൂന്നെണ്ണം ആഡ് ചെയ്തിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുക്കണം, അല്ലെങ്കിൽ ഇൻവേഴ്സ് എടുക്കണം. വോൾട്ടേജ് ഡിവിഷൻ റൂൾ. വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾക്കറിയാം ഇതൊരു സീരീസ് കണക്ഷൻ ആണ്. നിങ്ങൾക്കറിയാം ഈ 3 റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് സെയിം ആണെന്ന് നിങ്ങൾക്കറിയാം.
പക്ഷെ ഇതിന്റെ അക്രോസിലെ വോൾട്ടേജ് എത്ര, ഇതിന്റെ അക്രോസിലെ വോൾട്ടേജ് എത്ര, ഇതിന്റെ അക്രോസിലെ വോൾട്ടേജ് എത്രയാ, അത് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ V1 എന്ന് പറയുന്ന വോൾട്ടേജ് എനിക്ക് കണ്ടുപിടിക്കുന്നത് എത്രയാണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് എന്താ 24, അപ്പോൾ അതിന് V24 ആണ്. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഇതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്താ R1 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര, R1 പ്ലസ് R2 പ്ലസ് R3 അല്ലെ. ഈ സർക്യൂട്ടിന്റെ മൊത്തം റെസിസ്റ്റൻസ് എത്രയാ, അപ്പൊ നമ്മൾ അതിനെ R എന്ന് വിളിക്കാതെ അതിന്റെ എത്രയാ R1 പ്ലസ് R2 പ്ലസ് R3. അപ്പൊ ഇത് 2 ആണ്, 4 ആണ്, 6, 2 പ്ലസ് 4 പ്ലസ് 6 12 ഓം ആണ് ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ ഇതിന്റെ അക്രോസിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് 24 ഇൻറ്റു ഇതിന്റെ റെസിസ്റ്റൻസ് 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 12, കാൽക്കുലേറ്റ് ചെയ്താൽ 4 വോൾട്ട് എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ അക്രോസിലെ വോൾട്ടേജ് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഇതിന്റെ റെസിസ്റ്റൻസ് 4 ഓം ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അതേപോലെ ഇതിന്റെ അക്രോസിലെ വോൾട്ടേജ് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഇതിന്റെ അക്രോസിലെ റെസിസ്റ്റൻസ് 6 ഓം ഡിവൈഡഡ് ബൈ മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ്. അങ്ങനെയാണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ വോൾട്ടേജ് ഡിവിഷൻ റൂളില് ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ, ഏത് റെസിസ്റ്റന്റ് അക്രോസിലെ വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ട അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് വാല്യൂ ആണ്. ഓക്കെ, അടുത്ത അതേപോലെ കറന്റ് ഡിവിഷൻ റൂൾ നമുക്ക് നോക്കാം. ഇപ്പൊ സപ്പോസ് ഇങ്ങനെയാണ് വിചാരിച്ചോ സർക്യൂട്ട്, എനിക്ക് ഈ റെസിസ്റ്റന്റ് റൂളിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണം, അതേപോലെ ഈ റെസിസ്റ്റന്റ് റൂളിൽ കൂടെ കണ്ടുപിടിക്കണം. ഇതെന്താ I1 ഈക്വൽ ടു ടോട്ടൽ കറണ്ട്, ഈ വോൾട്ടേജ് സോഴ്സ് ഉണ്ടാക്കുന്ന ടോട്ടൽ കറണ്ട് IS. ഓക്കെ, ഇവിടെ S ഉണ്ട് കേട്ടോ സഫിക്സ്. അപ്പൊ IS ഇൻറ്റു ഇതിന്റെ റെസിസ്റ്റൻസ് അല്ല അടുത്ത പാരലൽ ബ്രാഞ്ചിലെ റെസിസ്റ്റർ വാല്യൂ R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പൊ വോൾട്ടേജ് ഡിവിഷൻ റൂളും കറന്റ് ഡിവിഷൻ റൂളും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അത് മനസ്സിലാക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്താണ്. ഇതിന്റെ അക്രോസിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ്. കറന്റ് ഡിവിഷൻ റൂൾ എന്താ, ഇതിന്റെ അക്രോസിലെ ഇതിനുള്ളിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറന്റ് ആണ്. ടോട്ടൽ കറന്റ്, ഇവിടെ ടോട്ടൽ വോൾട്ടേജ് ആണ് നിൽക്കുന്നത്, ഇവിടെ ടോട്ടൽ കറന്റ് ആണ് നിൽക്കുന്നത്. അടുത്ത വ്യത്യാസം എന്താ, ഇതിൽ ഇതിന്റെ അക്രോസിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഇതിന്റെ അടുത്തില്ല ഇതിന്റെ റെസിസ്റ്റൻസ് R2. ഇതിന്റെ അക്രോസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട വോൾട്ടേജ് ഇതിന്റെ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ എന്താ ചെയ്യുന്നത്, ടോട്ടൽ കറന്റ് ഇൻറ്റു ഇതിന്റെ റെസിസ്റ്റൻസ് അല്ല മറ്റേതിന്റെ റെസിസ്റ്റൻസ്, പാരലൽ ബ്രാഞ്ചിൽ ഏതാണോ ഉള്ളത് അതിന്റെ റെസിസ്റ്റൻസ്, അതായത് R2 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R1 പ്ലസ് R2. ഓക്കെ, അതേപോലെ ഇപ്പൊ I2 കറണ്ട് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ കറണ്ട് IS, ഈ IS ഇൻറ്റു മറ്റേ റെസിസ്റ്റന്റ് വാല്യൂ R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇങ്ങനെയാണ് കറന്റ് ഡിവിഷൻ റൂളും വോൾട്ടേജ് ഡിവിഷൻ റൂളും നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറ്. അടുത്തത് കിർച്ചോഫ്സ് ലോ. കിർച്ചോഫ്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് സീരീസ് സർക്യൂട്ടോ അല്ലെ പാരലൽ സർക്യൂട്ടോ നമുക്ക് അതിനകത്ത് വോൾട്ടേജും കറണ്ടൊക്കെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്തിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ഇപ്പൊ കറന്റ് ഡിവിഷൻ റൂളോ അല്ലെ വോൾട്ടേജ് ഡിവിഷൻ റൂളോ യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. പക്ഷെ ചില സർക്യൂട്ട് എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് സീരീസും ആയിരിക്കില്ല പാരലലും ആയിരിക്കില്ല, വേറെ എന്തെങ്കിലുമൊക്കെ കണക്ഷൻ ആയിരിക്കും. നമുക്ക് പെർഫെക്റ്റ്ലി സീരീസ് കണക്ഷൻ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല, പാരലൽ കണക്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ല, സീരീസ് പാരലൽ കണക്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ സർക്യൂട്ടുകൾ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കിർച്ചോഫ്സ് ലോ എന്ന് പറയുന്ന ലോ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ കിർച്ചോഫ്സ് ലോനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ടേംസ് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, എ ക്ലോസ്ഡ് പാത്ത് ത്രൂ വിച്ച് ഇലക്ട്രിക് കറന്റ് ഫ്ലോ, അതായത് ഒരു ക്ലോസ്ഡ് പാത്ത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതൊരു ക്ലോസ്ഡ് പാത്താണ്, ഇത് വേറെ ഒരു ക്ലോസ്ഡ് പാത്താണ്, ഇത് മൊത്തത്തിൽ ഒരു ക്ലോസ്ഡ് പാത്താണ്, ഇതൊരു ക്ലോസ്ഡ് പാത്താണ്. സോ ഒരു ക്ലോസ്ഡ് പാത്ത് കറന്റ് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോസ്ഡ് പാത്ത്, അതിനെ നമ്മൾ സർക്യൂട്ട് എന്ന് പറയും. ഓക്കെ, ഇപ്പൊ ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ എന്താ പ്രശ്നം, കറന്റ് ഫ്ലോ ചെയ്യും. കറന്റ് എപ്പോഴും ക്ലോസ്ഡ് ആണെങ്കിൽ ആ ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ കറന്റ് ഫ്ലോ ചെയ്യും, അല്ലാതെ ലൂപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ കറന്റ് ഫ്ലോ നടക്കില്ല. സോ അതുകൊണ്ടാണ് പറയുന്നത് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എ ക്ലോസ്ഡ് പാത്ത് ത്രൂ വിച്ച് ഇലക്ട്രിക് കറന്റ് ഫ്ലോസ്. അടുത്ത ഇലക്ട്രിക് നെറ്റ്വർക്ക്, കോമ്പിനേഷൻ ഓഫ് വേരിയസ് എലമെന്റ് കണക്റ്റഡ് ടുഗദർ ടു ഫോം എ ക്ലോസ്ഡ് പാത്ത്. അതായത് നമ്മൾ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ക്ലോസ്ഡ് പാത്ത്, കറന്റ് ഫ്ലോ നടക്കുന്ന ഒരു ക്ലോസ്ഡ് പാത്ത്. ആ ക്ലോസ്ഡ് പാത്തിൽ എന്തൊക്കെ ഉണ്ടാവാം, റെസിസ്റ്റർ ഉണ്ടാവാം, കപ്പാസിറ്റർ ഉണ്ടാവാം, ഇൻഡക്ടർ ഉണ്ടാവാം, ഡയോഡ് ഉണ്ടാവാം, ട്രാൻസിസ്റ്റർ ഉണ്ടാവാം, ഇങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടാവും. സോ കോമ്പിനേഷൻ ഓഫ് വേരിയസ് എലമെന്റ്, ഇതിൽ ഏത് എലമെന്റ് വേണേയാവാം, അപ്പൊ അതിന്റെ അല്ലെങ്കിൽ വേറെ അതിന്റെ ഓരോന്റെ കോമ്പിനേഷൻ ആവാം. സോ അങ്ങനെ ഒരു സംഭവത്തിനാണ് നമ്മൾ ഇലക്ട്രിക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ സംഭവങ്ങളെല്ലാം കൂടി കൂടിയിട്ടില്ല. ആക്റ്റീവ് എലമെന്റ്, കറന്റ് ഒരു വോൾട്ടേജ് സോഴ്സ് കണക്ട് ഇൻ സർക്യൂട്ട്, അതായത് ഇപ്പൊ ഒരു വോൾട്ടേജ് സോഴ്സോ കറന്റ് സോഴ്സോ ഉണ്ടെങ്കിൽ അതൊരു ആക്റ്റീവ് എലമെന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ,
passive element which does not change its value. Okay, for resistor or passive element, അതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ വല്ല ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ? പക്ഷെ അതേ സമയത്ത് വോൾട്ടേജ് സോഴ്സ് കറന്റ് സോഴ്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തെന്ന് വരാം. പക്ഷെ റെസിസ്റ്ററിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഫിക്സഡ് ആണ്. സോ ഇറ്റ് ഈസ് എ പാസീവ് എലമെന്റ്. ലീനിയർ സർക്യൂട്ട്, ഓംസ് ലോ ഒബേ ചെയ്യുന്ന ഒരു സർക്യൂട്ട് നമ്മൾ ലീനിയർ സർക്യൂട്ട് എന്ന് പറയും. അതായത് അവിടെ കറണ്ടും വോൾട്ടേജും പ്രപ്പോർഷണൽ ആയിരിക്കും ആ സർക്യൂട്ടിൽ. ഓക്കെ. ബൈലാറ്ററൽ നെറ്റ്വർക്ക്. ബൈലാറ്ററൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a network whose properties or characteristics are the same in either direction. അതായത് നമ്മൾ ഇപ്പോ സപ്പോസ് ഈ സർക്യൂട്ട് ആണെന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയും അത് ബൈലാറ്ററൽ സർക്യൂട്ട് ആണ്. അതായത് അതിന്റെ പ്രോപ്പർട്ടീസ് ഓരോ ക്യാരക്ടറിസ്റ്റിന് ഒരു വ്യത്യാസം വരില്ല. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഒരു ചേഞ്ചും വരാത്ത സർക്യൂട്ട് ആണെങ്കിൽ അതിന്റെ വോൾട്ടേജും കറണ്ടും മറ്റു കാര്യങ്ങളെല്ലാം ഓരോ ബ്രാഞ്ചിന്റെ വോൾട്ടേജും കറണ്ടൊക്കെ സെയിം ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ we say that it is a bilateral circuit. ഇനി ആക്റ്റീവ് സർക്യൂട്ട്. ആക്റ്റീവ് എലമെന്റ് നമ്മൾ കണ്ടതല്ലേ, ആക്റ്റീവ് എലമെന്റ് ഉള്ള ഒരു സർക്യൂട്ടിന് ആക്റ്റീവ് സർക്യൂട്ട് എന്ന് പറയും. പാസീവ് എലമെന്റ് ഉള്ള ഒരു സർക്യൂട്ടിന് പാസീവ് സർക്യൂട്ട് എന്ന് പറയും. അടുത്ത ലൂപ്പ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് പാത്ത് സർക്യൂട്ട് ഇൻ വിച്ച് നോ എലമെന്റ് ഓർ നോഡ് ഈസ് എൻകൗണ്ടർഡ് മോർ ദാൻ വൺസ്. അതായത് ഒരു ലൂപ്പ്, ഒരു ക്ലോസ്ഡ് പാത്ത്. ഇപ്പൊ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് പാത്ത് ആണ്. നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ നോക്കി ഇവിടെ പാസ് ചെയ്യുമ്പോൾ ആർത്ത് എന്ന് പറഞ്ഞ റെസിസ്റ്റർ ഒരിക്കൽ നമ്മൾ കണ്ടു, വീണ്ടും നമ്മൾ ആർത്ത് എന്ന് പറഞ്ഞ റെസിസ്റ്റർ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. സോ അങ്ങനെ ഒരു ക്ലോസ്ഡ് പാത്ത്, കറന്റ് ഫ്ലോ നടക്കുന്ന ഒരു ക്ലോസ്ഡ് പാത്ത് ഇൻ വിച്ച് നോ എലമെന്റ് ഓർ നോഡ് ഈസ് എൻകൗണ്ടർഡ് മോർ ദാൻ വൺസ്. ഒരു നോഡോ അല്ലെങ്കിൽ ഒരു എലമെന്റോ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കാണാൻ പറ്റാത്ത ഒരു സർക്യൂട്ട്. ഓക്കെ. ഇപ്പൊ ബി എന്ന് പറഞ്ഞ നോഡ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി തിരിച്ച് ബിയിൽ എത്തുന്നത് വരെ ബി എന്ന് പറഞ്ഞ നോഡ് തന്നെ ഞാൻ വീണ്ടും കാണുന്നില്ല. ഇവിടെ എ ഒരു നോഡാ, ബി ഒരു നോഡാ, സി ഒരു നോഡാ, ഡി ഒരു നോഡാ, ഇ ഒരു നോഡാ, എഫ് ഒരു നോഡാ. നോഡ് എന്ന് പറഞ്ഞാൽ രണ്ട് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ എലമെന്റ്സ് കമ്പൈൻ, രണ്ടിൽ കൂടുതൽ എന്താ പറയാ ബ്രാഞ്ചുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ബ്രാഞ്ചും മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് എ എന്ന് പറയുന്നത്. രണ്ട് ബ്രാഞ്ചുകളാണ് മീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ നോഡോ ഒരു ബ്രാഞ്ച്, രണ്ട് ബ്രാഞ്ച്, മൂന്ന് ബ്രാഞ്ച് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നോഡ് ബി. സോ അതേപോലെ എഫ് എന്ന് പറഞ്ഞ നോഡ് ഈ ബ്രാഞ്ചും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എഫ് എന്ന് പറഞ്ഞ നോഡ്. സോ അങ്ങനത്തെ രണ്ടിൽ കൂടുതൽ ബ്രാഞ്ചുകളോ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ നോഡ് എന്ന് പറയും. ഓക്കെ. മെഷ്. ലൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ലൂപ്പിനകത്ത് ഒന്നിൽ കൂടുതൽ ലൂപ്പ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എ ബി സി ഡി ഇ എഫ് ഇങ്ങനെ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യും. ഈ ഒരു ലൂപ്പ് മൊത്തം ഇതിന്റെ ഉള്ളിൽ തന്നെ വേറെ രണ്ട് ലൂപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ഈ ലൂപ്പും വേറെ രണ്ട് ലൂപ്പ് ഉണ്ട്. അപ്പൊ ഒരു ലൂപ്പിന്റെ അകത്ത് ഒന്നിൽ കൂടുതൽ ലൂപ്പുകൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അങ്ങനെ ഒരു സാഹചര്യമാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഒരു ക്ലോസ്ഡ് പാത്തിന്റെ ഉള്ളിൽ തന്നെ ഒന്നിൽ കൂടുതൽ ക്ലോസ്ഡ് പാത്ത് ഉണ്ടാവാതിരിക്കാം. അങ്ങനെ ഒരു സമയത്താണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത്. മെഷ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് പാത്തിനുള്ളിൽ പിന്നെ വേറെ ക്ലോസ്ഡ് പാത്ത് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ എ ബി ഇ എഫ് ഇതൊരു മെഷാണ്. ഈ മെഷിന്റെ ഉള്ളിൽ പിന്നെ വേറൊരു ക്ലോസ്ഡ് പാത്ത് ഇല്ല. പക്ഷെ അതേ സമയത്ത് എ ബി സി ഡി ഇ എഫ് ഈ ഒരു ലൂപ്പിന്റെ അകത്ത് വേറെ രണ്ട് ലൂപ്പ് ഉണ്ട്. ഇതൊരു ലൂപ്പാ, ഇതൊരു ലൂപ്പാ. സോ അതാണ് മെഷും ലൂപ്പ് തമ്മിലെ വ്യത്യാസം. പൊതുവെ രണ്ടിടത്തും ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ വ്യത്യാസം അല്ല, മെഷിന്റെ അകത്ത് വേറൊരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടാവില്ല. ലൂപ്പിനകത്ത് വീണ്ടും വേറെ ക്ലോസ്ഡ് പാത്ത് ഉണ്ടായെന്ന് വരും. ഓക്കെ. ഇനി കിർച്ചോഫ് ലോ. കിർച്ചോഫ് ലോ എന്ന് പറഞ്ഞാൽ രണ്ട് ലോ ഉണ്ട്. കിർച്ചോഫ് വോൾട്ടേജ് ലോ ഉണ്ട്, അല്ലെങ്കിൽ അതിനെ കിർച്ചോഫ് മെഷ് ലോ എന്ന് പറയും. ഓക്കെ. അതേപോലെ കിർച്ചോഫ് കറന്റ് ലോ ഉണ്ട്, അതിനെ നമ്മൾ കിർച്ചോഫ് പോയിന്റ് ലോ എന്ന് പറയും. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കിർച്ചോഫ് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ കിർച്ചോഫ് മെഷ് ലോ നോക്കാം. അത് പറയുന്നത് എന്താ? ആൽജിബ്രൈക് സം ഓഫ് വോൾട്ടേജ് സോഴ്സസ് ആൻഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ എനി ക്ലോസ്ഡ് പാത്ത് ഓർ മെഷ് ഈസ് സീറോ. അതായത് നമ്മളെടുത്ത ഒരു ക്ലോസ്ഡ് പാത്ത് അല്ലെങ്കിൽ മെഷ് ഉണ്ട്, അതിനകത്ത് കുറെ എലമെന്റ്സ് ഉണ്ട്. റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടെന്ന് വിചാരിച്ചോ. റെസിസ്റ്റർ ആണെന്ന് വിചാരിച്ചോ. റെസിസ്റ്റർ ഒരു 3 റെസിസ്റ്റർ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ ആദ്യത്തെ റെസിസ്റ്ററിന്റെ അക്രോസിലെ വോൾട്ടേജ് ഡ്രോപ്പ് പ്ലസ്, രണ്ടാമത്തെ റെസിസ്റ്ററിന്റെ അക്രോസിലെ വോൾട്ടേജ് ഡ്രോപ്പ് പ്ലസ്, മൂന്നാമത്തെ റെസിസ്റ്ററിന്റെ അക്രോസിലെ വോൾട്ടേജ് ഡ്രോപ്പ് പ്ലസ് വോൾട്ടേജ് സോഴ്സ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വോൾട്ടേജ് സോഴ്സിന്റെ വോൾട്ടേജ് ഇത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ അത് 0 ആയിരിക്കും പറയുന്നത്. അതാണ് ഇവിടെ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. ആൽജിബ്രൈക് സം ഓഫ് IR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്ററിന്റെ അക്രോസിലെ വോൾട്ടേജ് ഡ്രോപ്പ് ആണ് ഉദ്ദേശിക്കുന്നത് IR. ഓക്കെ. പിന്നെ EMF എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സോഴ്സുകൾ. അപ്പൊ ഒരു ലൂപ്പിനകത്ത് ഒന്നിൽ കൂടുതൽ വോൾട്ടേജ് സോഴ്സുകൾ ഉണ്ടെങ്കിൽ ആ എല്ലാ വോൾട്ടേജ് സോഴ്സിന്റെ വോൾട്ടേജ് ആഡ് ചെയ്യും. ഒരു ലൂപ്പിനകത്ത് ഒന്നിൽ കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ എല്ലാ റെസിസ്റ്ററിന്റെ അക്രോസിലെ വോൾട്ടേജ് ഡ്രോപ്പും കൂടി ആഡ് ചെയ്യണം. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്
സീറോ ആയി പോകുന്നതാണ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ഈ ഓരോ സംഭവത്തിന്റെ പൊളാരിറ്റി കൺസിഡർ ചെയ്യണം. ഓക്കെ, വോൾട്ടേജ് ഡ്രോപ്പിന് പൊളാരിറ്റി ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്. റെസിസ്റ്ററിന് പൊളാരിറ്റി ഉണ്ട്, ഒരു എൻഡ് പോസിറ്റീവ് ആയിരിക്കും, ഒരു എൻഡ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ആ പൊളാരിറ്റി നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ നെഗറ്റീവ് പൊളാരിറ്റിയിൽ നിന്ന് പോസിറ്റീവ് പൊളാരിറ്റിയിലേക്കാണ് പോകുന്നത്, അതോ പോസിറ്റീവ് പൊളാരിറ്റിയിൽ നിന്ന് നെഗറ്റീവ് പൊളാരിറ്റിയിലേക്കാണ് പോകുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനനുസരിച്ചാണ് നമ്മൾ സൈൻ കൊടുക്കുന്നത്. അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആൻസർ സീറോ ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, എന്റെ ലൂപ്പിന്റെ അകത്ത് ഒരു വോൾട്ടേജ് സോഴ്സ് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചു. ഞാൻ എ നോഡിൽ നിന്ന് ബി നോഡിലേക്ക് സഞ്ചരിക്കുന്നത് വിചാരിച്ചു. അതാ മോഷൻ എന്ന് കാണിച്ചിരിക്കുന്നത്. ഞാൻ സഞ്ചരിക്കുന്നത്, ഞാൻ ട്രാവൽ ചെയ്യുന്നത് എ എന്ന് പറയുന്ന നോഡിൽ നിന്ന് ബി എന്ന നോഡിലേക്കാണെങ്കിൽ ആദ്യം ഞാൻ കാണുന്നത് എന്താ, ബാറ്ററിന്റെ നെഗറ്റീവ് ടെർമിനൽ, എന്നിട്ടാണ് ബാറ്ററിന്റെ പോസിറ്റീവ് ടെർമിനൽ കാണുന്നത്. അപ്പൊ ഞാൻ എന്താ സംഭവിക്കുന്നത്, എ എന്ന് ബിയിലേക്ക് പോകുമ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോവുകയാണെങ്കിൽ ഈ വോൾട്ടേജ് നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ എന്താ എഴുതുക, പോസിറ്റീവ് വി എന്നാണ് എഴുതുക. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകും. ഇനി ഈ ഒരു പൊളാരിറ്റി നോക്കാം. ഇവിടെ പോസിറ്റീവ് ടെർമിനൽ, വലിയ ടെർമിനൽ, വലിപ്പം കൂടിയത് പോസിറ്റീവ് ടെർമിനൽ, ചെറുത് നെഗറ്റീവ് ടെർമിനൽ. അപ്പൊ ഞാൻ എ എന്ന് പറയുന്ന നോഡിൽ നിന്ന് ബി എന്ന നോഡിലേക്കാണ് പോകുന്നത് വിചാരിക്കാം. അങ്ങനെ ആകുമ്പോൾ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കാണ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോവാണെങ്കിൽ ആ വോൾട്ടേജ് എന്തായിരിക്കും, നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. അപ്പൊ ഇക്വേഷൻ എഴുതുമ്പോൾ ഞാൻ എന്താ എഴുതുക, നെഗറ്റീവ് ബി എന്നാ ഇക്വേഷന്റെ അകത്ത് എഴുതുക. ഇനി അതേപോലെ റെസിസ്റ്റർ ഉണ്ടെന്ന് വിചാരിച്ചു ലൂപ്പിന്റെ അകത്ത്. അപ്പൊ റെസിസ്റ്ററിന്റെ ഉള്ളിൽ കൂടെ കറണ്ട് പോകുന്ന ഡയറക്ഷനാണ് നമ്മൾ നോക്കുന്നത്. കറണ്ട് ഇപ്പോ റെസിസ്റ്ററിന്റെ ഉള്ളിൽ കൂടെ ഈ നോഡ് എന്ന് നോഡ് ബിയിലേക്കാണ് പോകുന്നതെങ്കിൽ, നോഡ് എന്ന് കറണ്ട് ബിയിലേക്കാണ് പോകുന്നതെങ്കിൽ നോഡ് എന്റെ അടുത്തില്ല റെസിസ്റ്ററിന്റെ അവിടെ പോസിറ്റീവ് ചിഹ്നമായിരിക്കും, നോഡ് ബിന്റെ അവിടെ റെസിസ്റ്ററിന്റെ അവിടെ നെഗറ്റീവ് സൈൻ ആയിരിക്കും. അപ്പൊ കറണ്ട് റെസിസ്റ്ററിന്റെ ഉള്ളിൽ എവിടെയാണോ എൻറ്റർ ചെയ്യുന്നത് അത് പോസിറ്റീവ് ആണ്, റെസിസ്റ്ററിന്റെ പോസിറ്റീവ് ടെർമിനൽ. എവിടെയാണോ കറണ്ട് ആ റെസിസ്റ്ററിൽ നിന്ന് ലീവ് ചെയ്യുന്നത് അത് നെഗറ്റീവ് ടെർമിനൽ ആണ് റെസിസ്റ്ററിന്റെ. ഓക്കെ, അപ്പൊ ഞാൻ എ നോഡിൽ നിന്ന് ബി നോഡിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആദ്യം പോസിറ്റീവ് ആണ് കാണുന്നത്, പിന്നെ നെഗറ്റീവ് ആണ് കാണുന്നത്. ആദ്യം പോസിറ്റീവ് കണ്ട് പിന്നെ നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും, -I/R ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നെഗറ്റീവിൽ നിന്ന് അതേപോലെ പോസിറ്റീവിലേക്കാണ് ഞാൻ പോകുന്നതെങ്കിൽ, കറണ്ട് ഇപ്പൊ നോഡ് ബി നോഡ് എയിലേക്കാണ് കറണ്ട് സഞ്ചരിക്കുന്നത്. കണ്ടോ, കറണ്ട് ഡയറക്ഷൻ കണ്ടോ. അപ്പൊ കറണ്ട് എവിടെയാണോ റെസിസ്റ്ററിന്റെ അകത്ത് എൻറ്റർ ചെയ്യുന്നത് അത് പോസിറ്റീവ് ടെർമിനലിലേക്ക്, എവിടെയാണോ ലീവ് ചെയ്യുന്നത് നെഗറ്റീവ് ടെർമിനലായിരിക്കും. പക്ഷെ ഞാൻ സഞ്ചരിക്കുന്നത് എവിടുന്ന, എന്ന് ബിയിലേക്കാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അത് ആ മോഷൻ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്ന് ബിയിലേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യം കാണുന്നത് എന്താ, നെഗറ്റീവ് ആണ്, പിന്നെയാണ് പോസിറ്റീവ് കാണുന്നത്. അപ്പൊ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവായി മാറുകയാകുമ്പോൾ ഇതിന്റെ അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ +I/R ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കൊരു സർക്യൂട്ട് നോക്കാം. ഈ സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ട്, E1 എന്ന് പറഞ്ഞ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, E2 എന്ന് പറഞ്ഞ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, R4, R1, R2, R3 4 റെസിസ്റ്റേഴ്സ് ഉണ്ട്. കറണ്ട് സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് കറണ്ട് സെയിം ആയിരിക്കും. ഇവിടെ I1, ഇവിടെ I1, ഇവിടെ I1, ഇവിടെ I1 ആയിരിക്കും. ഇതാ തന്നിരിക്കുന്ന സർക്യൂട്ട്. ഞാൻ ഇതിനകത്ത് KVL അപ്ലൈ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഞാൻ ചെയ്യേണ്ടത് എല്ലാ സാധനങ്ങളുടെ അക്രോസ് അതിന്റെ പൊളാരിറ്റി മാർക്ക് ചെയ്യുക. E1 എന്ന് പറയുന്ന ബാറ്ററിന്റെ പൊളാരിറ്റി വലിയ ടെർമിനൽ പോസിറ്റീവ് ആണ്. അപ്പൊ അവിടെ പോസിറ്റീവ് ചെയ്ത, ചെറിയ ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ അത് നെഗറ്റീവ് ചെയ്ത. ഇവിടുന്ന് കറണ്ട് ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത് വിചാരിക്കുക. ഓക്കെ, നമ്മൾ സപ്പോസ് ചെയ്യാം കറണ്ട്, ഞാൻ സപ്പോസ് ചെയ്യാം ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇതാണ്, അല്ലെങ്കിൽ ഞാൻ സഞ്ചരിക്കുന്നത് ഈ ഡയറക്ഷനിലാണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ കൺസിഡർ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് കറണ്ടിന്റെ ഡയറക്ഷൻ സപ്പോസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഡയറക്ഷനിലാണ് നോക്കാൻ പോകുന്നത് ആ ഡയറക്ഷൻ നിങ്ങൾ ആദ്യം തന്നെ ഉറപ്പിക്കണം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചു ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വെച്ചു. നിങ്ങൾക്ക് ഏത് ഡയറക്ഷൻ വേണേലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. കിട്ടുന്ന ആൻസർ നിങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുത്തു പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഞാൻ എടുക്കേണ്ട ശരിക്കില്ല ഡയറക്ഷൻ അല്ല, ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുത്തു പോയിരുന്നു. അപ്പൊ ഡയറക്ഷൻ എടുക്കുന്ന ഒരു പ്രശ്നമേ അല്ല, നിങ്ങൾക്ക് ഏത് ഡയറക്ഷൻ എടുക്കാം. പൊതുവേ നമ്മളെ ബാറ്ററിന്റെ പൊളാരിറ്റി ഒന്ന് നോക്കൂ. ബാറ്ററിന്റെ പൊളാരിറ്റി വലുത് പോസിറ്റീവ് ഇവിടെയാണ്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് സഞ്ചരിക്കുന്നു പറഞ്ഞിട്ട് എടുക്കും. പക്ഷെ രണ്ട് ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറക്ഷൻ എടുക്കാം. തൽക്കാലം ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുത്തു. ഓക്കെ, അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ ഓരോന്നിന്റെ പൊളാരിറ്റി മാർക്ക് ചെയ്യാം. അപ്പൊ കറണ്ട് ക്ലോക്ക് വൈസ് ആണ് പോകുന്നത്. അപ്പൊ കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ എൻറ്റർ ചെയ്യുന്ന പോയിന്റ് പോസിറ്റീവ്, ലീവ് ചെയ്യുന്ന നെഗറ്റീവ്. ഇനി കറണ്ട് ഇതിൽ കൂടെ വന്ന് ഇങ്ങനെ എൻറ്റർ ചെയ്യുന്ന ഇവിടെയാ, ലീവ് ചെയ്യുന്ന ഇവിടെ. അപ്പൊ പോസിറ്റീവ് ഇവിടെ, നെഗറ്റീവ് ഇവിടെ. ഇനി കറണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻറ്റർ ചെയ്യുന്നത്, അതുകൊണ്ട് പോസിറ്റീവ് ഇവിടെ, നെഗറ്റീവ് ഇവിടെ.
ഇനി ഇതിൽ കൂടെ വന്ന ബാറ്ററിന്റെ പൊളാരിറ്റി, അവിടെ കറണ്ട് ഡയറക്ഷൻ ഒന്നല്ല നോക്കട്ടെ, ബാറ്ററിന്റെ പൊളാരിറ്റി നോക്കട്ടെ. ബാറ്ററിന്റെ കേസ് വരുമ്പോൾ ബാറ്ററിന്റെ പൊളാരിറ്റി നോക്കട്ടെ. അപ്പൊ ബാറ്ററിന്റെ വലിയ എൻഡ് എവിടെയാണ്, അതുകൊണ്ട് പോസിറ്റീവ്, ചെറുത് എവിടെയാണ് നെഗറ്റീവ്. അത് കൂടെ അങ്ങനെ വന്നു ഇനി കറണ്ട് വീണ്ടും എൻ്റർ ചെയ്യുന്ന എവിടെയാ, അപ്പോൾ പോസിറ്റീവ് കൊടുത്ത്, ലീവ് ചെയ്യുന്നത് എവിടെയാ, അതുകൊണ്ട് നെഗറ്റീവ് കൊടുത്തു. ഓക്കെ, ഇനി ഇതിന്റെ അത് KVL അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ, ഇനി ഇതിന്റെ അത് KVL അപ്ലൈ ചെയ്ത് നോക്കാം. ഒരു ബാറ്ററിയിൽ നിന്ന് തുടങ്ങുന്ന എപ്പോഴും നല്ലത്. സപ്പോസ് ഈ ബാറ്ററിയിൽ നിന്ന് അങ്ങനെ തുടങ്ങുന്ന വിചാരിച്ചു, അപ്പൊ ബാറ്ററിന്റെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് നമ്മൾ പോയി. എപ്പോഴും പോസിറ്റീവിലേക്ക് പോകാൻ നല്ല കാര്യമല്ലേ, അതുകൊണ്ട് അത് പോസിറ്റീവ് എടുത്താൽ മതി. ഓക്കെ, ഇക്വേഷൻ എഴുതുമ്പോൾ ഇപ്പൊ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോവുക, അപ്പൊ പോസിറ്റീവ് E1 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോവുക, മോശം കാര്യമാണ്. അപ്പൊ I1 into R4 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. I1 into R4 നെഗറ്റീവ് ആണ് സൈൻ. ഇനി അടുത്ത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നത്, അപ്പൊ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നത് R1ന്റെ, അപ്പൊ I1 into R1 മൈനസ് ആണ് സൈൻ, മൈനസ് I1 into R1. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നത്, അപ്പൊ മൈനസ് I1 into R2. ബാറ്ററിന്റെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നത്, അപ്പൊ നെഗറ്റീവ് E2. ഇനി പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നത്, അപ്പൊ നെഗറ്റീവ് I1 into R3 equal to 0. ഇതാണ് KVL അപ്ലൈ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ KVL. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഏത് വേരിയബിളാണ് വേണ്ട അതിന് വേണ്ടിയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം, ഒരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഇൻ ഈച്ച് റെസിസ്റ്റർ ഓഫ് ഗിവൺ സർക്യൂട്ട്. ഈ തന്നിരിക്കുന്ന റെസിസ്റ്ററിന്റെ ഓരോ റെസിസ്റ്ററിനും ഉള്ള കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇതാണ് L1 എന്ന് പറയുന്ന ലൂപ്പ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ കറണ്ട് I1 എടുത്തിരിക്കുന്നത്. ഇതാണ് L2 എന്ന് പറയുന്ന ലൂപ്പ്, ആ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ കറണ്ട് I2 എടുത്തിരിക്കുന്നത്. ഇതാണ് L3 എന്ന് പറയുന്ന ലൂപ്പ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അതും എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ എന്താ വേണ്ടത്, I1ഉം I2ഉം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ഓക്കെ, അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ മാത്രം L3 ലൂപ്പത്തെ ഇക്വേഷൻ ഒക്കെ എഴുതിയാൽ മതി. ഓക്കെ, L3ന്റെ ഇക്വേഷൻ എഴുതണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യം രണ്ട് ഇക്വേഷൻ എപ്പോഴും ആലോചിക്കുന്നത് പറഞ്ഞാൽ, നിങ്ങൾക്ക് രണ്ട് അൺനോൺ ഉണ്ടെങ്കിൽ രണ്ട് ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആൻസർ ആയി. ഓക്കെ, രണ്ട് അൺനോൺ, ഇവിടെ ഏതൊക്കെ അൺനോൺ, I1 എന്ന് പറഞ്ഞ കറണ്ട് അൺനോണാ, I2 എന്ന് പറഞ്ഞ കറണ്ട് അൺനോണാ. രണ്ട് അൺനോൺ വേരിയബിൾസ് ആണ്. രണ്ട് അൺനോൺ വേരിയബിൾസിന് രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് തന്നെ ABCD ഇതാണ് ഒരു മെഷ്, അതിനകത്ത് KVL അപ്ലൈ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ നോക്കുക, ബാറ്ററിയിൽ നിന്നാണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ബാറ്ററിയിൽ നിന്ന് നോക്കാം. അപ്പൊ ബാറ്ററിന്റെ പോസിറ്റീവ് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പോയി, അപ്പൊ +6 EV. ഓക്കെ, ഇനി ആ കറണ്ട് പോകുന്നത് നോക്കണം. I1 കറണ്ട് നമ്മൾ ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുത്ത് കറണ്ട് ഇതിൽ കൂടെ അങ്ങനെ വന്ന് ഇവിടേക്ക് പോകുമ്പോൾ ഈ കറണ്ട് ഈ റെസിസ്റ്ററിന്റെ ഉള്ളിൽ കൂടെ കറണ്ട് I1 എന്ന് പറഞ്ഞ കറണ്ട് താഴോട്ടേക്ക് പോകുന്നുണ്ട്. അതേപോലെ മറ്റേ റെസിസ്റ്റർ ഈ I2 എന്ന് പറഞ്ഞ കറണ്ട് എങ്ങനെ ക്ലോക്ക് വൈസ് ഇതിൽ കൂടെ I2 എന്ന് പറഞ്ഞ കറണ്ട് R2 റെസിസ്റ്റർ വഴി മേലോട്ടേക്കും പോകുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു മെഷാ അല്ലെങ്കിൽ ഇതൊരു ലൂപ്പാ, ഇതൊരു മെഷാ, രണ്ട് മെഷാ. പക്ഷെ ഈ രണ്ട് മെഷിന്റെ ഇടയിലുള്ള റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ കോമൺ റെസിസ്റ്റർ ആണ്. അപ്പൊ ഈ മെഷിന്റെ അകത്തുള്ള കറണ്ടും ഇതിൽ കൂടെ പോകും, ഈ മെഷിന്റെ അകത്തുള്ള കറണ്ടും ഇതിൽ കൂടെ പോകും. അപ്പൊ രണ്ട് കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കണം, അതിനനുസരിച്ചാണ് ഇക്വേഷൻ ഇല്ല. ഇപ്പോ ഇവിടെ ഈ റെസിസ്റ്ററിന്റെ ഉള്ളിൽ കൂടെ ഈ I1 എന്ന് പറഞ്ഞ കറണ്ട് താഴോട്ടേക്കാണ് പോകുന്നത്, ഈ ലൂപ്പിനകത്ത് I2 എന്ന് പറഞ്ഞ കറണ്ട് ഇതിൽ കൂടെ ഇങ്ങനെ കറങ്ങുന്നത് മേലോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ രണ്ട് കറണ്ടിന്റെ ഡയറക്ഷൻ എന്താ, ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ഏത് മെഷിന്റെ കാര്യങ്ങൾ അപ്പൊ എഴുതിക്കൊടുക്കുന്നത്, ആദ്യത്തെ മെഷിന്റെ കാര്യങ്ങൾ എഴുതിക്കൊടുക്കുന്നത്. ആദ്യത്തെ മെഷിന്റെ കറണ്ട് ഡയറക്ഷൻ എന്താ, I1 ആണ് നമ്മൾ എടുത്തിരിക്കുന്ന കറണ്ട്. അപ്പൊ അതിന്റെ I1 മൈനസ് I2 എഴുതണം. കാരണം മനസ്സിലായോ, നമ്മൾ ആദ്യത്തെ മെഷിന്റെ കാര്യങ്ങൾ എഴുതുക, അതുകൊണ്ട് ആ കറണ്ട് ആണ് ആദ്യം എടുക്കുന്നത്. അപ്പൊ I1 I2 എന്ന് പറഞ്ഞ കറണ്ട് നേരെ ഓപ്പോസിറ്റ് I1ന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ, അതുകൊണ്ട് I1 മൈനസ് I2. അപ്പൊ 6 അടുത്ത എന്താ, ഈ റെസിസ്റ്ററിന്റെ കേസ് എന്താ, -2 ഇൻറ്റു. ഓക്കെ, എന്തുകൊണ്ടാണ് മൈനസ് കൊടുത്തിരിക്കുന്നത്, I1 എന്ന് പറഞ്ഞ കറണ്ട് എൻ്റർ ചെയ്യുന്ന പോസിറ്റീവ് ടെർമിനൽ, ലീവ് ചെയ്യുന്ന നെഗറ്റീവ് ടെർമിനൽ ആണ് അല്ലെ. അപ്പൊ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് നമ്മൾ പോകുന്നത്, അതുകൊണ്ട് -2 ഇൻറ്റു കറണ്ടിന്റെ എന്താ ചെയ്ത, I1ന്റെ ഡയറക്ഷൻ മൈനസ് I2ന്റെ ഡയറക്ഷൻ. അപ്പൊ I1 മൈനസ് I2 രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കാണ് I1 മൈനസ് I2. ഇനി അതിൽ കൂടെ ഇങ്ങനെ വന്ന കറണ്ട് ഇതിൽ കൂടെ ഇങ്ങനെ കയറി. അപ്പൊ റെസിസ്റ്ററിന്റെ
ഇവിടെ കയറും, ഇവിടെ ലീവ് ചെയ്യും. അപ്പൊ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് -4 × I1 = 0. ഇതാണ് ആദ്യത്തെ ലൂപ്പിലെ മെഷിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്ത മെഷിന്റെ നോക്കാം നമുക്ക്. അടുത്ത മെഷിന്റെ എന്താണ്? ബാറ്ററിയിൽ നിന്ന് തുടങ്ങാം, ഇനി അല്ലാതെ തുടങ്ങാം. ഓക്കെ, അപ്പൊ സപ്പോസ് ഞാൻ ഇവിടെ തുടങ്ങാന്ന് വിചാരിച്ചോ. ഓക്കെ, ബാറ്ററിയിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് പോകുന്നു, -2. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, -2. ഓക്കെ, -2. ഇനി ഇതിൽ കൂടെ വന്ന് ഇവിടെ I2 മേലോട്ടേക്ക് സഞ്ചരിക്കുന്നു, I1 താഴോട്ടേക്ക് സഞ്ചരിക്കുന്നു. I2 എൻ്റർ ചെയ്യുന്നത് ഇവിടെയാണ്, ലീവ് ചെയ്യുന്നത് ഇവിടെ. അപ്പൊ പോസിറ്റീവ് ടു നെഗറ്റീവ്, അതുകൊണ്ട് എന്ത് ചെയ്തു? മൈനസ് ആദ്യം തന്നെ കൊടുത്തിട്ട്. ഓക്കെ, പൊളാരിറ്റി ഇവിടെ ആയിരിക്കും പോസിറ്റീവും, ഇവിടെ നെഗറ്റീവ് ആയിരിക്കില്ലേ. പോസിറ്റീവ് നെഗറ്റീവിലേക്കല്ല നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പൊ മൈനസ് കൊടുത്തു. -2 × I2ന്റെ ഡയറക്ഷൻ I1ന്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ I2 - I1 സെക്കൻഡ് മെഷിന്റെ കാര്യങ്ങൾ എഴുതുന്നത്, അതുകൊണ്ട് I2 ആദ്യം എഴുതണം. അപ്പൊ I2 - I1 = 0. ഓക്കെ, ഇനി അത് അപ്പൊ ഇതിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇതിൽ കൂടെ പോയി, ഇനി ഇതിൽ കൂടെ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഇവിടെ എൻ്റർ ചെയ്യാം, ഇവിടെ ലീവ് ചെയ്യാം. അതുകൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പൊ -3 × I2 = 0. ഓക്കെ, ഇതിനൊന്ന് റീറൈറ്റ് ചെയ്യാം. -2 I1 -4 I1 കൂടി ആഡ് ചെയ്താൽ -6 I1 ആണ്. അപ്പൊ -6 I1 6, പിന്നെ -2 I2 ആണ്. മൊത്തം 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. ഒന്ന് റിയലൈസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. 3 I1 - I2 = 3. ഇത് അതേപോലെ തന്നെ -2 I2 ഉണ്ടാവും, -3 I2, -5 I2 ആയി, -2 I1. അപ്പൊ അതിനെ എല്ലാത്തിനും അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? 2 I1 അല്ലെ, 2 അല്ല അപ്പുറത്തെ സൈഡ് കൊണ്ടോണ്ട, അല്ലാതെ തന്നെയാണ്. 2 I1 - 5 I2 = 2. രണ്ട് ഇക്വേഷൻ ആയി. അപ്പൊ രണ്ട് ഇക്വേഷൻ ആയി നമുക്ക് രണ്ട് അൺനോൺസ് ആണ്. I1 ഒരു അൺനോൺ, I2 അൺനോൺ. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യുന്ന ആൻസർ ആയി. സോൾവ് ചെയ്യാൻ ചെയ്യുന്നത് ഈ ഇക്വേഷനെ 2 വെച്ചിട്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇത് 6 I1 ആവും, -2 I2 = 6. അപ്പൊ 6 I1 - 2 I2 = 6. ഇതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 6 I1 - 15 I2 = 6. ഇനി ആദ്യത്തെ ഇക്വേഷൻ മൈനസ് രണ്ടാമത്തെ ഇക്വേഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ആദ്യത്തെ ഇക്വേഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 6I1 - 6I1 എന്ന് വരും. അപ്പൊ അത് പോയി. -2 I2 + 15 I2 എന്ന് വരും. അപ്പൊ എന്താ? 13 I2 = 6 - 6 0. അപ്പൊ I2 = 0. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കിയാൽ ഇക്വേഷൻ, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ സോൾവ് ചെയ്താൽ മതി. അപ്പൊ I2 = 0. I2ന്റെ വാല്യൂ ഈ ഇക്വേഷൻ എവിടെ വേണം 2 എടുക്കാൻ. ഇതിൽ ഇടുകയാണ് സപ്പോസ്. I2 0 ഇട്ട് കഴിഞ്ഞാൽ എന്താ? -2 × 0 0 ആവും. 6I1 = 6 ആവും, I1 = 6 ആവും. സോ I1 = 6. ഇപ്പൊ രണ്ട് കറണ്ട് നമുക്ക് കിട്ടിയോ? അപ്പൊ ഓരോ റെസിസ്റ്ററിന്റെ ഉള്ളിൽ കറണ്ട് നമുക്ക് പറഞ്ഞൂടെ? R1 എന്ന റെസിസ്റ്ററിന്റെ ഉള്ളിൽ പോകുന്ന കറണ്ട് ഏതാ? I1 മാത്രമാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് R1 പോകുന്ന കറണ്ട് എത്ര? 1 ആംപിയർ. R2 എന്ന് പറഞ്ഞ റെസിസ്റ്ററിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ട് എത്ര? I1 - I2 അല്ല, I2 - I1 അല്ലെ. പക്ഷെ I2 ഇവിടെ 0 ആയതുകൊണ്ട് അതിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ട് എത്ര? 1 ആംപിയർ. I3ന്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ട് I2 ആണ്. R3 കൂടെ പോകുന്ന കറണ്ട് I2 ആണ്. I2 എന്ന് പറഞ്ഞത് 0 ആണ്. അതുകൊണ്ട് ഇതിലൂടെ കറണ്ട് ഒന്നും തന്നെ പോയില്ല. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതേപോലെ സിമിലർ പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം. സെയിം ഈ 3 റെസിസ്റ്ററിന്റെ ഉൾക്കൊള്ളുന്ന കറണ്ട് കണ്ടുപിടിക്കണം. ഡയറക്ഷനും മറ്റു കാര്യങ്ങളെല്ലാം അവർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ KVL അപ്ലൈ ചെയ്യാം. അപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യാം? -6 നെഗറ്റീവ് ആദ്യം പോസിറ്റീവിലേക്ക് പോകുമ്പോ +6, പിന്നെന്താ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ്. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ ആകെ ഒരൊറ്റ വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ വോൾട്ടേജ് സോഴ്സ്, അവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഓക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. അപ്പൊ I1 പോകുന്ന കറണ്ട് ഇതാണ്, I2 പോകുന്ന കറണ്ട് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അതായത് നമ്മള് ഈ രണ്ട് ലൂപ്പ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഈ ലൂപ്പിനകത്ത് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ സഞ്ചരിച്ചിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ വരെ ഇങ്ങനെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ഈ ലൂപ്പ് ഞാൻ സഞ്ചരിക്കാൻ പോകുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കാൻ പോകുന്നത്. കറണ്ടിന്റെ ഡയറക്ഷൻ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, കറണ്ടിന്റെ ഡയറക്ഷൻ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം. നെഗറ്റീവിന് പോസിറ്റീവിലേക്ക് പോകും. അപ്പൊ ഇത് പോസിറ്റീവ് ആയിട്ട്
ഇനി ഇതിൽ കൂടെ രണ്ട് കറണ്ട്, ഇവിടുത്തെ I1 ഇതിൽ കൂടെ ഇങ്ങനെ വന്ന് താഴോട്ടേക്ക് പോകുന്നു, I2 ഇതിൽ കൂടെ വന്ന് ഇങ്ങോട്ട് താഴോട്ടേക്ക് പോകുന്നു. ഇത് കറണ്ട് ഇങ്ങനെയാ പോകുന്നത് ക്വസ്റ്റ്യനിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ I2 ഇതിൽ കൂടെ വന്ന് ഇങ്ങനെ താഴോട്ടേക്ക് പോകും. ഓക്കെ, അപ്പൊ അതായത് 10 ഓം എന്ന് പറഞ്ഞ റെസിസ്റ്ററിന്റെ ഉള്ളിൽ കൂടെ I1 ഉം I2 കൂടി കൂടിച്ചേർന്ന ആ ടോട്ടൽ കറണ്ട് ആണ് പോകുന്നത്. ഓക്കെ, ഇവിടെ I1 പ്ലസ് I2 ആണ് ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താ, അപ്പൊ 6 ഇനി അടുത്ത് കറണ്ട് ഇവിടെ എൻ്റർ ചെയ്യുക, ഇവിടെ ലീവ് ചെയ്യുക. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ നെഗറ്റീവ്. അപ്പൊ നമ്മൾ സഞ്ചരിക്കുന്ന ഇങ്ങനെ ആയതുകൊണ്ട് പോസിറ്റീവ് നെഗറ്റീവിലേക്ക് പോകുന്നു. അപ്പൊ എന്താണ്, നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഓക്കെ, നെഗറ്റീവ് സൈൻ കൊടുത്തു അല്ലെ, നെഗറ്റീവ് സൈൻ കൊടുത്തു. എന്നിട്ട് 10 എഴുതി. ഇനി I1 പ്ലസ് I2 രണ്ട് കറണ്ടും കൂടെ പോകുന്നു. അപ്പൊ 10 I1 പ്ലസ് I2. ഓക്കെ, ഇനി ഇതിൽ കൂടെ അങ്ങനെ വന്ന് ഇനി അഗൈൻ ഇവിടെ എൻ്റർ ചെയ്യുക, ഇവിടെ ലീവ് ചെയ്യുക. അപ്പൊ പോസിറ്റീവ് സൈൻ നെഗറ്റീവ്, അപ്പൊ പോസിറ്റീവ് നെഗറ്റീവിലേക്ക്, അപ്പൊ -2 I1 = 0. ഇനി അടുത്ത ലൂപ്പ് നോക്കാം. ഓക്കെ, അടുത്ത ലൂപ്പ് നോക്കുമ്പോൾ ബാറ്ററിയിൽ നിന്ന് തുടങ്ങാൻ വിചാരിക്കും. ലൂപ്പിൽ ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ സഞ്ചരിക്കുന്ന ഡയറക്ഷൻ BCDE ഇതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാറ്ററിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കാണ് വന്നത് ബാറ്ററിന്റെ. അതുകൊണ്ട് -4. ഇനി ഇതിൻ്റെ അകത്ത് ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് നമ്മൾ തിരിച്ചറിയണം അല്ലെ. അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ആ റെസിസ്റ്ററിന്റെ ഉള്ളിൽ കൂടെ കറണ്ട് ഏത് വഴിയാണ് കറണ്ട് കയറിയിരിക്കുന്നത് ആ ടെർമിനലാണ് പോസിറ്റീവിന് കൊടുക്കേണ്ടത്. എവിടെയാണോ കറണ്ട് ലീവ് ചെയ്തിരിക്കുന്നത് അതാണ് നെഗറ്റീവിന് എടുക്കേണ്ടത്. ഇപ്പൊ കറണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇതിൽ കൂടെ എങ്ങനെയാ വന്നിരിക്കുന്നത്? ഇപ്പൊ കറണ്ട് ഡയറക്ഷൻ ഈ ലൂപ്പിന്റെ അകത്ത് എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? മേലോട്ടാ കൊടുത്തിരിക്കുന്നത്. I2 ഇതിൽ കൂടെ ഇങ്ങനെ വന്ന് I1 പ്ലസ് I2 ആയി മാറുന്നു. അതിൽ കൂടെ ഇങ്ങനെ വന്ന് പിന്നെ ഇതിൽ കൂടെ വന്ന് ഇങ്ങനെ കയറുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇത് ഇവിടെയാണ് കയറുന്നത്. അതുകൊണ്ട് ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ടെർമിനൽ. പക്ഷെ നമ്മൾ എങ്ങനെയാ കൺസിഡർ ചെയ്യുന്നത്? ഞാനിപ്പോ ബാറ്ററിയിൽ നിന്ന് സഞ്ചരിച്ച് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാ ഈ L2 ഡയറക്ഷൻ കണ്ടോ, ആ ഒരു ഡയറക്ഷനിലാണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ പോസിറ്റീവിന് നെഗറ്റീവിലേക്ക് വരുന്നതിനകത്തല്ല -4 നെഗറ്റീവ്. ഇനി ഇവിടെ എങ്ങനെയാ പൊളാരിറ്റി കിടക്കുന്നത്? താഴെക്കൂടെയല്ല കറണ്ട് കയറുന്നത്. അപ്പൊ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇവിടെ താഴത്തേക്ക് പോകുമ്പോൾ ആദ്യം നെഗറ്റീവ് കാണുന്നു, എന്നിട്ട് പോസിറ്റീവ് കാണുന്നു. അപ്പൊ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് പോസിറ്റീവ് 8 I2 കറണ്ട് അല്ലേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവുക. അപ്പൊ പോസിറ്റീവ് 8 I2 നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഇതിൽ കൂടെ ഇങ്ങനെ വന്നത് ഞാൻ ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഈ റെസിസ്റ്ററിന്റെ ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, പോസിറ്റീവ് ഏതാണ് കറണ്ട് കയറുന്ന ടെർമിനൽ, നെഗറ്റീവ് ഏതാ കറണ്ട് ഇറങ്ങുന്ന ടെർമിനൽ. അപ്പൊ ഇവിടെ കറണ്ട് I1 പ്ലസ് I2 ഇങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങണം. അതുകൊണ്ട് ഇതാണ് പോസിറ്റീവ് ടെർമിനൽ, ഇതാണ് നെഗറ്റീവ് ടെർമിനൽ. പക്ഷെ ഞാൻ ഇതിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ഇവിടെ എത്തിയപ്പോൾ ആദ്യം കണ്ടേതാ നെഗറ്റീവ്, എന്നിട്ടാണ് പോസിറ്റീവ് കാണുന്നത്. അപ്പൊ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് പോസിറ്റീവ് 10 I1 പ്ലസ് I2 രണ്ട് കറണ്ടും കൂടി പോകുന്നുണ്ട് ഇതിനുള്ളിൽ കൂടെ അല്ലെ. I1 എന്ന് പറഞ്ഞ കറണ്ട് ഇതിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട്, I2 എന്ന് പറഞ്ഞ കറണ്ട് ഇതിൽ കൂടെ വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി I1 പ്ലസ് I2. ഇത് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്ന നേരത്തെ പ്രോബ്ലത്തിലെ I1 മൈനസ് I2 എന്ന്. കാരണം ക്വസ്റ്റ്യനിലെ ഡയറക്ഷൻ എടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു ലൂപ്പിന്റെ ഡയറക്ഷൻ, ഒരു ലൂപ്പിലെ കറണ്ട് ഇങ്ങനെ ഇറങ്ങുന്നു അല്ലെ, I1 ഇങ്ങോട്ട് വരുന്നു, മറ്റേ ഇതിനകത്ത് ലൂപ്പിലെ കറണ്ട് ഇങ്ങനെ I1 മേലോട്ട് കയറുകയായിരിക്കുന്നു. അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടായിരുന്നു ലാസ്റ്റ് പ്രോബ്ലമിന് I1 മൈനസ് I2 എന്നിരിക്കുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് I1 ഇങ്ങനെയാ പോകുന്നത്, I2 ഇങ്ങനെ. അപ്പൊ രണ്ട് കറണ്ടും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും 10 ഓം കൂടെ പോകുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയില്ല. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ റീറൈറ്റ് ചെയ്താൽ -2 I1 ഉണ്ട്, -10 I1 കൂടി ചേർത്താൽ -12 I1 ആവും, -10 I2 പ്ലസ് 6 മൊത്തം 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ ഇതായി മാറും. ഓക്കെ, 6 I1 പ്ലസ് 5 I2 = 3. ഇവിടെ അതേപോലെ 10 I1 പിന്നെ 8 I2 10 I2 18 I2 -4 മൊത്തം 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇക്വേഷൻ 5 I1 പ്ലസ് 9 I2 = 2 ആവും. ഇനി ഇത് രണ്ടെണ്ണം കൂടി സോൾവ് ചെയ്താൽ ആൻസർ ആയി. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനെ ഞാൻ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിനെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് സംഭവിക്കും? 30 I1 25 I2 15 കിട്ടും. ഇതിനെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ? 30 I1 6 9 54 I2 12. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ മൈനസ് ചെയ്യാം. 30 I1 മൈനസ് 30 I1 എന്താ? 0. അപ്പൊ 25 I2 മൈനസ് 54 I2 എന്ന് പറഞ്ഞാൽ എന്താ? -29 I2. 15 നിന്ന് 12 പോയാൽ 3 കിട്ടും. അപ്പൊ I2ന്റെ വാല്യൂ -0.1035 ആംപിയർ കിട്ടും. ഈ I2ന്റെ വാല്യൂ എടുത്തിട്ട് ഒന്നുകിൽ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സപ്പോസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വിചാരിച്ചോ, 25 ഇൻറ്റു I2ന്റെ പകരം ഇതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ I1ന്റെ വാല്യൂ നിങ്ങൾക്ക് എന്ത് കിട്ടും? 0.5862 ആംപിയർ കിട്ടും. ഓക്കെ, അപ്പൊ
ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ I1ന്റെ വാല്യൂ നെഗറ്റീവ്, I2ന്റെ വാല്യൂ നെഗറ്റീവ് ആണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന I2ന്റെ വാല്യൂ അല്ല ശരിക്കുള്ള ഡയറക്ഷൻ. ശരിക്കുള്ള ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് കറണ്ട് ഇങ്ങോട്ടല്ല പോവുക, കറണ്ട് ഇങ്ങോട്ട് ബാറ്ററിയിലേക്കാണ് വരിക. കാരണം ഇവിടെ ഒരു ബാറ്ററി ഉണ്ടല്ലോ, അത് കാരണത്താലുള്ള കറണ്ടിന്റെ